കൊല്ലത്തെ അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ്. ഗാർഹിക സിലിണ്ടറിൽ നിന്ന് വാണിജ്യ സിലിണ്ടറിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്ന കേന്ദ്രത്തിലാണ് ചിതറ പോലീസ് പരിശോധന നടത്തിയത്. 172 ഗ്യാസ് സിലിണ്ടറുകൾ പോലീസ് പിടിച്ചെടുത്തു. അരുൺരാജ് വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, ഇവിടെ പള്ളുരുത്തിയിലെ സമാനമായ ഒരു കേന്ദ്രത്തിൽ നടത്തിയ പൊട്ടിത്തെറിയുടെ വാർത്ത ദാ ഇപ്പോൾ ശ്യാംകുമാർ പറഞ്ഞതേയുള്ളൂ. ഇത് എത്ര കാലമായി പ്രവർത്തിക്കലാണ് അവിടെ, അരുൺ? ഹഷ്മി, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കൊല്ലം ചിതറ കല്ലുവെട്ടാം കുഴിക്ക് സമീപമുള്ള ഈ വീട്ടിലാണ് അനധികൃതമായി ഈ ഗ്യാസ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇവിടെ എത്തുമ്പോൾ പോലും ഈ വീട്ടിൽ ഈ ഗ്യാസ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 172 ഗ്യാസ് കുറ്റികളാണ് ഇവിടെ നിന്ന് പോലീസിന് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഗാർഹിക ഈ സിലിണ്ടറിൽ നിന്നും വ്യാവസായിക സിലിണ്ടറിലേക്ക് ഈ ഗ്യാസുകൾ ഫില്ല് ചെയ്യുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന രീതി. അതിൽ 75 വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കുറ്റികളും അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ വലിയ സാമ്പത്തിക നേട്ടം ഈ പ്രതികൾക്കുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ വീട്ടിൽ ഇപ്പോൾ പോലീസിന്റെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ എല്ലാ കമ്പനികളുടെയും ഈ ഗ്യാസ് കഴിയുന്നുണ്ട്. അങ്ങനെ ഈ ഗാർഹിക അടിസ്ഥാനത്തിൽ കുറഞ്ഞ തുകയ്ക്ക് ലഭിക്കുന്ന ഈ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങിയ ശേഷം ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽക്കുന്ന കുറ്റിയിലേക്ക് അത് വലിയ പ്രഷർ പൈപ്പുകൾ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങൾ കാണാം. ഇത്തരം കുറ്റികൾ ഇതിലേക്ക് നിറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഗ്യാസ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരുന്നത്. ഈ വീടിന്റെ എല്ലാ മുറികളിലും ഇത്തരത്തിൽ ഗ്യാസ് ഫില്ലിംഗ് വളരെ സജീവമായി തന്നെ നാളുകളായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയധികം കുറ്റികൾ അത് ഒരു വീട്ടിൽ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ഇവർ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. അതിലൊരു സ്ത്രീയും 2 പുരുഷന്മാരുമാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എങ്ങനെയാണ് ആരും കാണാതെ ഇത്ര വലിയ എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര ഗ്യാസ് കുറ്റികൾ ഇവിടേക്ക് എത്തിയതെന്ന് സംബന്ധിച്ച പരിശോധന അടക്കം പോലീസ് ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും ഇവർക്ക് ആവശ്യക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ സീലിംഗുകൾ അത് അടക്കം ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ കൂടി കാണും. ഇത്തരത്തിൽ വ്യാജ ഈ സീലിംഗുകൾ അടക്കം ഇതിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ ഫില്ലിംഗ് അടക്കം നടത്തിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഇത് വലിയ ദുരന്തത്തിന് പോലും കാരണക്കാരനാകേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. കാരണം പോലീസിന് ഒരു രഹസ്യ വിവരമാണ് ചിതറ പോലീസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിതറ പോലീസാണ് ഈ വീട്ടിലടക്കം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് 172 ഗ്യാസ് സിലിണ്ടറുകൾ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ഈ ഒരു റൂമിൽ ഈ തുറക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയധികം ഈ ഗ്യാസ് സിലിണ്ടറുകൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ഗ്യാസ് ഗോഡൌണിൽ ചെന്നാൽ പോലും ഇത്രയധികം ഈ മുറിക്കുള്ളിൽ ഇത്തരത്തിൽ തിങ്ങി ഞെരുങ്ങിയ രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ വെച്ചിരിക്കുന്ന രീതിയില്ല. ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ പോലീസിന് ലഭിച്ച രഹസ്യ വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്ത് പോലീസ് നടത്തിയത്. എന്തായാലും ഇവിടെ നിന്ന് 172 ഗ്യാസ് സിലിണ്ടറുകൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചത് എന്നീ കാര്യങ്ങളടക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ സമീപത്തെല്ലാം ജനങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം അനധികൃതമായി പ്രവർത്തിച്ചു വന്നത്. അത് നാളുകളായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിന് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഓക്കെ, അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത് അനധികൃതമായി പ്രവർത്തിക്കുകയായിരുന്നു. 172 ഗ്യാസ് സിലിണ്ടറുകൾ ഇത്തരത്തിൽ പോലീസ് എടുത്തുകൊണ്ട് പോയി. വ്യാവസായിക സിലിണ്ടറിന് വില കൂടുതലാണ്, ഗാർഹിക സിലിണ്ടറിന് വില കുറവാണ്. അപ്പോൾ ഈ സിലിണ്ടറിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റി വിൽക്കുന്ന ഓരോരോ ഉടായ്പ പണികളാണ്.